പി എം ശ്രീ പദ്ധതിയാണ് ഇപ്പോൾ വലിയ ചർച്ച. പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചു. കേരളം ഇതാ കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയത്തിന് കീഴ്പ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആര്? ആർ എസ് എസ്. ആർ എസ് എസിന്റെ ശാഖ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളെ അയച്ചു എന്ന് വീമ്പ് പറഞ്ഞ കെ സുധാകരന്റെ പാർട്ടിയാണ്. കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റാക്കിയ പാർട്ടി അടക്കം അവരെ കട്ടക്ക് പിന്തുണക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ളവരാണ്. അവരുടെ കൂടെ ഇപ്പോ ചേർന്ന് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരാണ് ഈ വാദവുമായിട്ട് വരുന്നത്. ഒരു തർക്കവുമില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗവർണർമാരെയാണ് കേന്ദ്രം ഇങ്ങോട്ട് അയച്ചത്. ആദ്യം ആരിഫ് ഖാന്, ഇപ്പോഴുള്ള ഗവർണർ. ഇവർ രണ്ടുപേരും ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ്. ആ രണ്ട് ഗവർണർമാരോടുള്ള ഈ വിഭാഗത്തിന്റെയും അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങളുടെയും സമീപനം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതൊന്നുമല്ല. ഇപ്പൊ പറയുന്നത് പി എം ശ്രീ പദ്ധതി കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളൊന്നും നടപ്പിലാക്കിയില്ല, കോൺഗ്രസ് ഉള്ള കാലത്തല്ല അത് ഒപ്പുവെച്ചത് എന്നുള്ള രീതിയിലാണ് വ്യാപകമായ പ്രചരണം. എന്നാൽ മനസ്സിലാക്കിക്കോ, ആദ്യമായിട്ട് ഏതെങ്കിലും BJP സംസ്ഥാനമല്ല ആദ്യമായിട്ട് ഈ പറയുന്ന ഈ കാര്യം ഒപ്പുവെക്കുന്നത്, പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത്. ആദ്യം ഒപ്പുവെച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് രാജസ്ഥാനാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ തള്ളാണ് എന്ന് പറയുമ്പോൾ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടതാണ് ഈ കാണുന്നത്. അയാളോട് കൂടിയായിട്ട് പറയാണ്, യഥാർത്ഥത്തിൽ നമുക്ക് ആ ഗൂഗിളിനോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ ജെമിനിയോടാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. ജെമിനി, ഇന്ത്യയിൽ ആദ്യമായി പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഏത് വർഷമാണ് അത് നടപ്പിലാക്കിയത്? പി എം ശ്രീ പദ്ധതി ആരംഭിച്ചത് 2022-ലാണ്. രാജസ്ഥാനാണ് ആദ്യമായി ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാനം. 2022 ഒക്ടോബർ 27-ന്. അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു. ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളും പിന്നീട് ഈ പദ്ധതിയിൽ പങ്കാളികളായി. നോക്കൂ, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഇനി അവിടെ ഭരിച്ചിരുന്ന പാർട്ടി ഏതാന്ന് പോലും നമ്മൾ ചോദിക്കാതെ തന്നെ ജെമിനി ഇങ്ങോട്ട് പറഞ്ഞിരുന്നു കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. നോക്കൂ, ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും BJP സർക്കാരുകളല്ല ഇതിൽ ഒപ്പുവെച്ചത്, പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയത്. അത് രാജസ്ഥാനാണെന്ന്, രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് വളരെ കൃത്യമായിട്ട് ഗൂഗിളിന്റെ തന്നെ AI ആപ്ലിക്കേഷനായ ജെമിനി നമ്മളോട് മറുപടി പറയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ പ്രവർത്തകരും കിടന്ന് തുള്ളുന്നത് ഞങ്ങൾ ആ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത്. പച്ച നുണ. ഇതാണ് ആവർത്തിച്ച് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.